നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് സമ്മർ ആക്ടിവിറ്റീസ് ആണോ വിൻ്റർ ആക്ടിവിറ്റീസ് ആണോ? എന്താണെങ്കിലും ഒന്നും നോക്കാനില്ല, നേരെ ഹക്കൂബയ്ക്ക് വിട്ടോ. 2 സീസണിലും ഒരുപോലെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഹക്കൂബ. അപ്പോൾ ഹക്കൂബയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ജപ്പാൻ ലവ് സ്റ്റോറി. ഞങ്ങൾ വീണ്ടും ഹപ്പോയിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഹപ്പോ പോണ്ടാണ്. 2000ഓളം മീറ്റർ ഉയരത്തിൽ പോയിട്ട് അവിടെ മലകൾക്കിടയിലുള്ള ഹപ്പോ എന്ന് പറയുന്ന പോണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ചുറ്റുമുള്ള മലകളുടെയൊക്കെ റിഫ്ലക്ഷൻ ഈ പോണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫേമസ് ആണ്. ജാക്സന്റെ പാത തുടർന്ന മണ്ടന്മാർ. ഈ ഹപ്പോ പോണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഓടിച്ചെന്ന് കാണാൻ പറ്റൂലേ. നമുക്ക് 3 റോപ്പ് വേ ഒക്കെ എടുത്ത് വേണം മുകളിൽ പോകാൻ. ആദ്യം നമ്മളിപ്പോൾ കണ്ട ഗൊണ്ടോളയിലാണ് പോകുന്നത്. അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ 2 ലിഫ്റ്റും കൂടെ കയറിയിട്ട് വേണം പോവാൻ. 3400 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഈ ടിക്കറ്റ് വെച്ച് നമുക്ക് 3 റോപ്പ് വേയിലും കയറാൻ സാധിക്കുമേ. പിന്നെ ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കണേ. തിരിച്ചിറങ്ങണമെങ്കിലും ഈ ടിക്കറ്റ് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ കയറിയത് ആദംസ് ഗൊണ്ടോളയിലാണ്. ഇതിൽ നമുക്ക് മാക്സിമം 6 പേർ കയറാം. ഇത് സാധാരണ ഗൊണ്ടോളയിൽ നിന്ന് ചെറിയ വ്യത്യാസം കാണുന്നില്ലേ? നമ്മൾ ഫേസ് ടു ഫേസ് അല്ല ഇരിക്കുന്നത്. ഒരു ടീം താഴേക്ക് നോക്കിയിട്ടായിരിക്കുന്നെങ്കിൽ മറ്റേ ടീം മുകളിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു 8 to 10 മിനിറ്റിനുള്ളിൽ നമ്മളെ അടുത്ത സ്റ്റേഷനിൽ എത്തിക്കുവേ. നമ്മൾ മുകളിലേക്ക് പോകും തോറും പച്ച കളറിലുള്ള മലകളാണ് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ പോയത് സമ്മർ സീസണിലായിരുന്നു. ഇത് വിൻ്റർ സീസണിൽ ഓപ്പൺ ആണ്. പക്ഷേ വിൻ്റർ സീസണിൽ ഇവിടെ സ്കീയിങ് ഒക്കെയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ 3rd സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഹൈക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത് ഈ പോണ്ട് കാണാൻ വേണ്ടിയിട്ട്. വിൻ്റർ സീസൺ ആകുമ്പം ഇങ്ങനെ ഹൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അനുവദിക്കില്ല. പകരം നമുക്കിവിടെ സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങളെപ്പോലെ റോപ്പ് വേ ഒക്കെ കയറി മുകളിലെത്തി അവിടുന്ന് ഹൈക്ക് ചെയ്തിട്ട് ഹപ്പോ പോണ്ട് കാണാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു ജൂൺ പകുതി മുതൽ ഒരു ഒക്ടോബർ പകുതി വരെയൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന സമയം. അത് കഴിയുമ്പോൾ ഈ ഹൈക്കിംഗ് ഒക്കെ ഇവർ ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടെ സ്കീയിങ് ഡിസംബർ ഒരു പകുതി തൊട്ട് സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യും. ഒരു മെയ് വരെ സ്കീയിങ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് ഇവിടുത്തെ ഒരു പീക്ക് പീരീഡ് ആണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേഷനിലെത്തിയേ. നഗാനോ പ്രിഫെക്ചറിലെ ഹക്കൂബയിലാണ് ഈ ഹപ്പോ പോണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഹക്കൂബ എന്ന് പറയുന്നത് വലിയൊരു സിറ്റി ഒന്നുമല്ലേ. ഒരു 10-10,000 ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത്. ആ വ്യൂ ഒക്കെ നല്ല ഭംഗിയായിരുന്നു. മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട് നടുക്കൊരു കുഞ്ഞു ഗ്രാമം. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നേ. നമ്മൾ ഒരു ഗൊണ്ടോളേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് 2 ലിഫ്റ്റും കൂടെ ബാക്കിയുണ്ട്. പൂപ്പുറ്റീറ്റി അവിടെ പൂപ്പുറ്റിട്ട് പൂപ്പുറ്റിട്ടില്ല. ഇവരൊക്കെ ശരിക്കും ഹൈക്ക് ചെയ്തവരായിരിക്കൂലേ ഇപ്പൊ? ഇന്നലെ മഴ പെയ്തോണ്ട് വിഷയമായിരിക്കും അല്ലേ? ഇവിടെ എന്തൊക്കെയോ റയറായ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങുവാണെങ്കിൽ അത് എനർജി ബൂസ്റ്റർ. അങ്ങനെ ഞങ്ങൾ 2nd സ്റ്റേഷനിൽ നിന്ന് മുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചേ. ഇത് ഗൊണ്ടോളയല്ല, ഇത് ചെയർ ലിഫ്റ്റാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയർ ലിഫ്റ്റ് കയറുന്നത്. ഇത് ഗൊണ്ടോളയുടെ അത്ര ഹൈറ്റിലല്ലേ പോകുന്നത്. നമുക്ക് താഴെ പുല്ലിലെല്ലാം ഇങ്ങനെ കാലൊക്കെ മുട്ടിച്ച് പോകാൻ പറ്റിയേ. അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അത് കയറുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വ്യൂ അതൊരു രക്ഷയില്ലായിരുന്നു. അടിപൊളി തന്നെ അടിപൊളി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നല്ല ഭംഗിയിൽ ആ ഗ്രാമപ്രദേശവും പിന്നെ എന്തോരം മലകളെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. ശരിക്കും ഇതും കൊണ്ട് കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. അതായത് ഒരു ഗൊണ്ടോളയും ഒരു ഷെയർ ലിഫ്റ്റും ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്.
പക്ഷേ ഇനിയും ഉണ്ട് ഒരു ചെയർ ലിഫ്റ്റും കൂടെ. അത് ഞങ്ങൾക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ സാധനമാണ്. ഇതാ ആളുകൾ ഹൈക്ക് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്നേ ഹൈക്ക് ചെയ്താൽ കുറേ ദൂരം ഉള്ളത് കാരണം നമ്മൾ മുകളിൽ ചെന്നിട്ടാണ് ഹൈക്ക് ചെയ്യുന്നത്. കോടയാണോ? കോടയാണ്. അവിടെ നോക്കട്ടെ, കോട ഇറങ്ങുന്ന കോട. ഫ്രം ഇടുക്കി, റിപ്പോർട്ടിംഗ് ഫ്രം ഇടുക്കി. ഈ കോട ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിറയെ കോടയായിരുന്നു, ഒന്നും കാണത്തില്ല, അതുപോലെ കോടയായിരുന്നു. ഈ 16:30 ഇല്ലേ, അത് ക്ലോസിങ് ടൈമാണ്. 16:30ക്കായിരിക്കും ഇവിടുന്ന് ലാസ്റ്റ് ലിഫ്റ്റ് തിരിച്ചു പോകുന്നത്. അപ്പോൾ വന്ന് കയറിയാലേ നമുക്ക് ലിഫ്റ്റിൽ പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഹൈക്ക് ചെയ്യേണ്ടി വരുവേ. അങ്ങനെ ഞങ്ങൾ 3rd സ്റ്റേഷനിൽ നിന്ന് ഹൈക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ്. ഹാർഡും ഉണ്ട്, ഈസി ഉണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ഹൈക്കിംഗ് കേറി വാ, ഇങ്ങോട്ട് പോക്കോട്ടോ, ഇതിലെ ഇങ്ങോട്ട് പോക്കോ. റോസ് എനിക്ക് കല്ല് കുറവുള്ള വഴിയൊക്കെ കാണിച്ചു തരുവാണേ. 3rd സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് വഴികൾ കാണാൻ സാധിക്കുവേ. ഒന്ന് ഈ കല്ലും കൂട്ടമൊക്കെയുള്ള ഈ പാറക്കെട്ടൊക്കെയുള്ള ഈ വഴി, പിന്നെ മറ്റൊന്ന് ഈ തടികളൊക്കെ പാകിയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു വഴി. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈസിയായ വഴി ചൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, അത് തലേദിവസം മഴ പെയ്തത് കൊണ്ട് അവിടെ മുഴുവൻ തെന്നിക്കിടക്കുവാന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ആളുകൾ പറഞ്ഞു. അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വഴി ചൂസ് ചെയ്തത്. ഇതത്ര ഈസി ഒന്നും അല്ലായിരുന്നു, പ്രത്യേകിച്ച് എനിക്കിത് നല്ല ടഫായിരുന്നു. ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് കയറിയത്. ഇതാ റോസ്, നീതും ജാക്സൺ എല്ലാം കയറി പോകുന്നുണ്ട്. ഞാൻ താഴെ സൈമൻ്റെ ശില്പയുടെയൊക്കെ കൂടിയാണ് കയറി വന്നത്. ഞങ്ങളിനി തിരിച്ചു പോകാൻ യാതൊരു പ്ലാനിങ് ഇല്ല. ഇവിടെ ഞങ്ങൾ വീട് അതെ, നിവർത്തിയുള്ളൂ. സൈമ ആ പശുവിനെ കറന്നിട്ട് പാല് ഞങ്ങൾ പശു. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കുറേ പശുക്കളെയൊക്കെ കണ്ടില്ലേ, അത് ആ മലമുകളിൽ എവിടെയോ ഒരു ഫാമുണ്ട്. ആ ഫാമിലെ പശുക്കളാണ്. കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലത്തെ റെസ്റ്റ് പോയിന്റുകളിലൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ പയ്യാണ് കയറുന്നത്. അങ്ങനത്തെ ചില പോയിന്റിലാണ് ഞങ്ങൾ ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ചിലർ ഇവിടം കൊണ്ട് നിർത്താറുണ്ട്. മിഥുൻ ഇതാ അവിടെ വരെ ഉണ്ടായിരുന്നുള്ളേ. ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മലയുടെ മുകളിൽ ഇങ്ങനൊരു ടോയ്ലറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലേ. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിലെത്തി തിരിച്ചു വരുന്നതിനിടയ്ക്ക് ആകെ കാണാൻ പറ്റുന്നത് ഈ ടോയ്ലറ്റ് മാത്രമാണ്. വേറെ ഒരു ബിൽഡിങ്ങും ആ പോകുന്ന വഴിക്കൊന്നുമില്ല. ഇത്രയും ഹൈറ്റിലാണ്, അപ്പോൾ ബിൽഡിംഗ് ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ കാറ്റോ മഴയോ എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് കയറി നിൽക്കാനുള്ള ഒരു സ്പേസും ഇല്ലേ. എല്ലാ പശുവും ഒരേ പിടിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ ഇത്രയും നേരം ഹൈക്ക് ചെയ്ത് കാണാൻ വന്ന പോണ്ട്, ഹപ്പോ പോണ്ട്. ഇപ്പോൾ കോട മൂടി നിൽക്കുവാണ്. കോട മാറിക്കഴിയുമ്പോൾ ഇതിൽ നല്ല രീതിയിൽ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. കൊച്ചൂസൊക്കെ ഉറക്കവാ. പോണ്ടാ കൊങ്ങ പോണ്ടില് പോങ്ങ കൊങ്ങയുണ്ടാ. 3rd സ്റ്റേഷനിൽ നിന്ന് ഒരു 90 മിനിറ്റ് ഹൈക്ക് ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. പക്ഷേ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും. ഞാനൊക്കെ അത്യാവശ്യം സമയം എടുത്താണ് കയറിയത്. ഞങ്ങൾ ഉദ്ദേശിച്ച ഹപ്പോ പോണ്ട് ഇതല്ല, അതാണ് ഞങ്ങൾക്ക് പറയാൻ തോന്നുന്നത്. ഈ മലയുടെ റിഫ്ലക്ഷൻ കാണുന്ന ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ നോക്കിയിട്ട് ആ മലയുടെ റിഫ്ലക്ഷൻ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഹൈക്ക് ചെയ്ത് മടുത്തത് കൊണ്ട് തന്നെ ഞങ്ങളവിടെ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇടയ്ക്ക് മേഘങ്ങൾ വരുന്നു, മേഘങ്ങൾ പോന്നു, ക്ലിയർ ആയിട്ടുള്ള സമയവും ഞങ്ങൾ കണ്ടിരുന്നു.
പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച വ്യൂ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ. പക്ഷെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലായത്. ഞങ്ങൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നിൽക്കേണ്ടത്. അവിടെ നിന്നാലാണ് ഈ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി പോകുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പോണ്ട് ഭയങ്കര ക്ലിയറായ വെള്ളമുള്ള ഒരു പോണ്ടാണ്. ഇതിൽ റിഫ്ലക്ഷൻ വരുന്നത് 3 മൗണ്ടെയ്ൻസിൻ്റെ ആണ്. ചില സമയം ക്ലിയറായിട്ട് സ്കൈ ഉള്ള സമയത്ത് നമുക്ക് മൗണ്ട് ഫുജി വരെ കാണാൻ സാധിക്കുവേ. തുമ്പിയൊക്കെ താന്ന് പറക്കുന്നുണ്ട് വെച്ച് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഈ മൗണ്ടെയിൻ്റെ മുകളിൽ വരെ എത്താൻ സാധിച്ചില്ലേ. കുട്ടികളൊക്കെ ഉള്ളവർക്ക് കയറി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഈദം കഴിഞ്ഞ ദിവസം വീണതുകൊണ്ട് അവൻ അതിൻ്റെ വാശികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലച്ചൂട്ടി ആണെങ്കിലും വേദക്കുട്ടി ആണെങ്കിലും കയറാൻ കുറച്ച് മടി കാണിച്ചതുകൊണ്ട് അവർക്കെല്ലാം കയറാൻ പറ്റിയില്ല. വരുന്ന വഴിക്ക് നമ്മളിതാ പാരാഗ്ലൈഡിംഗ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹപ്പർ പോണ്ട് കാണാൻ പോയ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.